ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? അതേപോലെ ഇന്നും നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലേ ചൂടെന്ന് പറയുന്നത്. ചൂട് സഹിക്കാൻ പറ്റണില്ല എൻ്റെ ദൈവം. കുഞ്ഞിൻ്റെ ദേഹത്താണെങ്കിൽ ഫുള്ള് ചൂടുകുരുവായി, എനിക്കാണെന്നുണ്ടെങ്കിലും ചൂടുകുരു വന്നു. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാവുക. നമ്മൾക്ക് മുതിർന്നവർക്കും ഇറിറ്റേഷൻ ഉണ്ട്, നല്ലോണം ഇച്ചിങ്ങൊക്കെ ഉണ്ടാവും, നല്ലോണം ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ റെമഡികൾ ഉപയോഗിച്ചിട്ട് ഈ ചൂടുകുരു എളുപ്പത്തിൽ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞൂസിന് എങ്ങനെ ഇത് മാറ്റി എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഹോം റെമഡീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ചൂടുകുരു മാറ്റാമെന്നുള്ള കാര്യം നോക്കാം. ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികളുടെ ചെറിയ പ്രവർത്തനം നടക്കാതെ വരുമ്പോഴാണ് ചൂടുകുരു സ്കിന്നിൽ ഉണ്ടാവുന്നത്. മാത്രമല്ല നമ്മൾ ഈ നല്ല ചൂടല്ലേ, കാലാവസ്ഥ എന്ന് പറയുന്നത് അത്ര അധികം ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ. അപ്പോൾ ചൂടുകുരുവിന് ഫലപ്രദമായ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഒന്ന് ഓട്സാണ്. ഓട്സ് നമുക്ക് എല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയ ഒന്നാണ് ഓട്സ്. നല്ലോണം ഫൈബർ കണ്ടൻ്റ് ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഈ ഓട്സ് ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളിലും മുതിർന്നവരിലും ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇത് മാറ്റാൻ എടുക്കാവുന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 സ്പൂൺ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ശരീരം മൊത്തം തേക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓട്സ് കൂടുതൽ എടുക്കുക. ഈ ഓട്സിലേക്ക് നമുക്ക് സാധാരണ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊരു അരമണിക്കൂറോളം വെക്കുക. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇത് കുട്ടികളുടെ ശരീരത്തിലോ നമ്മുടെ ശരീരത്തിലോ തേച്ചിട്ട് നന്നായിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ചൂടുകുരു നന്നായിട്ട് മാറും. അതുപോലെ മറ്റൊരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയില്ല, നമ്മുടെ നല്ല ചെറിയ തേങ്ങ എടുക്കുക. ചെറിയ തേങ്ങയിൽ നിന്ന് ആ തേങ്ങാപ്പാൽ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഓട്സിലേക്ക് പിഴിഞ്ഞങ്ങോട്ട് ചേർക്കുക. ഈ ഓട്സിലേക്ക് ഈ തേങ്ങാപ്പാലോട് മിക്സ് ചെയ്തതിന് ശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെ ആണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ മുഴുവൻ തേച്ചതിന് ശേഷം ഇതും കുളിപ്പിക്കുന്നത് വളരെയധികം വേഗത്തിൽ ചൂടുകുരു മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി ചൂടുകുരു മാറായിട്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില അവൈലബിൾ ആയിട്ടുള്ളവർ എന്തായാലും യൂസ് ചെയ്തുള്ളൂ കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറും, ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുക, അതിലേക്ക് ആര്യവേപ്പില 2 പിടി ഇടുക. അതിനുശേഷം ഇത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം മരിച്ചതിന് ശേഷം ശരീരത്തിൽ തേച്ച് കുളിപ്പിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സിമ്പിൾ റെമഡിയാണ് കറ്റാർവാഴ. ഒറിജിനൽ കിട്ടുന്നവരെ എന്തായാലും കറ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ജെല്ല് ശരീരമാസകലം തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എട്ടിപ്പെട്ടിന്ന് നമ്മളുടെ ചൂടുകുരു മാറുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു റെമഡിയാണ് നമ്മളുടെ ചന്ദനം. സാധാ ചന്ദനം ഇല്ലേ, ആ ചന്ദനം ഉപയോഗിച്ച് നമ്മൾ ശരീരത്തിൽ തേച്ചതിന് ശേഷം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഏറ്റവും നല്ലതാണ്. ഈ സാൻഡൽ അത് കുറച്ച് റോസ് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് ശേഷം നമ്മൾ ശരീരത്തിൽ തേച്ചിട്ട് കുളിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് മുൾട്ടാണി മിട്ടി. ഞാൻ എല്ലാത്തിലും പറയുന്നത് നമ്മുടെ ശരീരത്തിന് എത്രയും ഫലപ്രദമായ ഒന്നാണ് മുൾട്ടാണി മിട്ടി. ഈ മുൾട്ടാണി മിട്ടിയിലേക്ക് വെള്ളം ചേർത്തിട്ടോ അതല്ലെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടോ നമ്മൾ ശരീരത്തിൽ തേച്ചിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടുകുരുവിന് ആശ്വാസം നൽകും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചൂടുകുരു മാറുകയും ചെയ്യും. കുട്ടികൾക്കും ഇത് ഫലപ്രദമായൊരു ഔഷധമാണ്. പിന്നെ മറ്റൊരു റെമഡി എന്ന് പറയുന്നത് ചൂടുകുരു മാറാനായിട്ട് നമ്മൾ ദിവസം ഒരു 2-3 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു റെമഡിയാണ് തൈര്. തൈര് പനിയുള്ള സമയത്തൊന്നും കഴിക്കരുത് കേട്ടോ. തൈര് അല്ലെങ്കിൽ മോരും വെള്ളം നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ മിക്സ് ചെയ്ത് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ല ഇടയ്ക്കിടയ്ക്ക് 2 നേരമെങ്കിലും നമ്മൾ 2-3 ടൈം കുളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ മേലെങ്കിലും കുളിക്കുക. തല നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മേല് കുളിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ അയഞ്ഞ കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾ ഈ സമയത്തൊക്കെ വലിയ ഫ്രോക്കുകളൊക്കെ ഇട്ട് നടത്താണ്ടിരിക്കുക. എന്ത് ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഒരു സിമ്പിളായിട്ടുള്ള കോട്ടൺ ഉപയോഗിച്ച് കുട്ടികളെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചൂടുകുരു ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാന്തി പോലത്തെ സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ച് ഈ കൈ പോലൊക്കെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കുറേന്ന് പറഞ്ഞ് ചൊറിയണം കാണും. അങ്ങനെയൊന്നും ചെയ്യരുത്. ചൂടുകുരു നന്നായിട്ട് സ്പ്രെഡ് ആവും, ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഇടയാകും. അപ്പോൾ ചൂടുകുരു മാക്സിമം ചൊറിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ നിങ്ങൾ എന്താ ചെയ്യുക, ഈ സമയത്ത് എസ്പെഷ്യലി ഈ ചൂടിൻ്റെ സമയത്തെങ്കിലും സോപ്പിൻ്റെ ഉപയോഗം കുഴിക്കുക. കാരണം നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആക്കും. അതുപോലെ തന്നെ ഈ ചൂടുകുരു ആണെന്നുണ്ടെങ്കിലും സ്കിന്നാണെന്നുണ്ടെങ്കിലും കൊള്ളത്തില്ല കേട്ടോ സോപ്പ്. മാക്സിമം നമ്മൾ ഒഴിവാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ അതിനകത്ത് ആയുർവേദിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്ലിസറിൻ സോപ്പ് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്താ പറയുക ചെറുപയർ പൊടിയോ ഓട്സ് പൊടിയോ ഒക്കെ ചേർത്തിട്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ആ രീതിയിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു റെമഡിയാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളത് സെറ്റ് ചെയ്തിട്ട് ഒരു ക്രീം പരുവത്തിൽ കുട്ടികളുടെ ദേഹത്ത് കുളിച്ചതിന് ശേഷം അതിന് മുമ്പോ അത് നമുക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കാം. തേച്ച് കുളിപ്പിക്കുന്നത് ചൂടുകുരു പോലുള്ള പ്രശ്നങ്ങൾക്കും സ്കിൻ ഡ്രൈനെസ്സും വളരെ നല്ലതാണ്.
അതുപോലെ മറ്റൊന്നാണ് തേങ്ങാവെള്ളം ഉപയോഗിച്ചും സ്കിന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിലും ചൂടുകുരുവിനും സ്കിൻ സ്കിന്നിനും വളരെയധികം നല്ലൊരു റെമഡിയാണ്. അതുപോലെ തന്നെ മറ്റൊരു എണ്ണയാണെന്ന് പറയുന്നത് നമ്മളുടെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്കിന്നിൽ ഇച്ചിങ്, ഇതുപോലെ ഇറിറ്റേഷൻസ്, ചൊറിയ, ചിരങ്ങ്, ചൂടുകുരു ഇതൊക്കെ മാറാനായിട്ട് വളരെ ഫലപ്രദമായ ഒരു ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് കുട്ടികളെ നാൽപ്പാമരാതി ഓയിൽ തേച്ചിട്ട് കുളിപ്പിച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഇരുത്തിയതിന് ശേഷം നമുക്കും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുളിപ്പിക്കുമ്പോൾ ഓട്സ് പൊടി എന്തെങ്കിലും തേച്ചതിന് ശേഷം കുളിപ്പിക്കുക. നല്ല വ്യത്യാസം ഉണ്ടാകും. കുട്ടികൾ നല്ല സ്കിന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ സ്കിന്നിലെ ഇറിറ്റേഷൻസ് ഒക്കെ മാറുകയും ചെയ്യും. അപ്പോൾ ഈ റെമഡിയൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാട്ടർമെലൺ ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്, ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ കഴിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് കുക്കുംബർ. നന്നായിട്ട് വെള്ളം അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് നമ്മളുടെ കുക്കുംബർ നന്നായി ഇടയ്ക്ക് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് കുക്കുംബർ കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ നീര് നമ്മുടെ സ്കിന്നിൽ പുരട്ടുന്നതും വളരെയധികം എഫക്റ്റീവാണ്. നമ്മുടെ കണ്ണിൻ്റെ ടയർഡ്നെസ് മാറാനായിട്ടും അതുപോലെ തന്നെ ചൂടുകുരുവിൽ നിന്ന് രക്ഷ നേടാനായിട്ടും ഇത് സഹായിക്കും. അപ്പം കുക്കുംബർ, വെള്ളരിക്ക, അതുപോലെ തന്നെ നമ്മളുടെ മോര്, തൈര്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ തണ്ണിമത്തങ്ങ ഇതൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് നമ്മൾ ധാരാളം കുടിക്കുക. അതുപോലെ തന്നെ ശരീരത്തിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് ചൂട് കൊണ്ട് നമ്മൾ വേർത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് തണുത്ത വെള്ളവും അല്ല, ഒരുപാട് ചൂടുവെള്ളവും അല്ല, ഒരു മീഡിയം ചൂടിൽ നമ്മൾ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കുളമൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുങ്ങിക്കുളിയൊക്കെ ആവാവുന്നതാണ്, വളരെയധികം നല്ലതാണ്. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് അതിന് പകരം ഇഞ്ചിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റോ ഉപയോഗിച്ച് നമ്മൾ സ്കിന്ന് വാഷ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെയധികം നല്ലതാണത്. അതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റെമഡിയാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ് ആണെന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഐസ് ക്യൂബ് ആക്കിയിട്ട് നമ്മൾ ഐസ് ട്രേയിൽ എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നോർമൽ നമ്മളുടെ ഐസ് ആണെങ്കിലും മതി, അതാണെന്ന് നമ്മൾ എടുത്തിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് നമ്മൾ വെക്കുക. അതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ പൊതിഞ്ഞതിന് ശേഷം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും സ്കിന്നിൻ്റെ പുറമെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. ഇത് വളരെയധികം നമ്മുടെ ഈ ചൂടുകുരുവിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ്. നിങ്ങൾ കൂടുതലും കുട്ടികൾക്ക് ഇതുപോലെ ചൂടുകുരു വന്ന ഉടനെ എന്തെങ്കിലും പൗഡറോ അല്ലെങ്കിൽ ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ക്രീംസൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണെന്നറിയാം അതുപോലെ നാച്ചുറൽ റെമഡീസ്. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം, എന്തായാലും മാറും കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.